മലബാറിന്റെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ പോകുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. മറിപ്പുഴയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ തുരങ്കം നിർമ്മാണത്തിനായുള്ള ആദ്യ സ്ഫോടനത്തിന് മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ ചെയ്യുന്നതോടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൊന്ന് ഔദ്യോഗികമായി തുടക്കമാകും. ചുരം കയറാതെ വയനാട്ടിലെത്തുക എന്ന മലബാറുകാരുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നത്തിനാണ് നാളെ മറിപ്പുഴയിൽ തിരി തെളിയുന്നത്. ആനക്കാംപൊയിലിൽ നിന്ന് മേപ്പാടിയിലേക്കുള്ള ദൂരം വെട്ടിക്കുറക്കുന്ന ഈ തുരങ്കപാത സജ്ജമാകുന്നതോടെ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും. ഏകദേശം 8 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള തുരങ്കം പൂർത്തിയാകുന്നതോടെ അതിവേഗ യാത്ര സാധ്യമാകും. 2025 ഓഗസ്റ്റ് 31 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 5-6 മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ടണൽ ബോറിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിവേഗതയിൽ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതൊരിക്കലും നടക്കാത്ത പദ്ധതി എന്ന നിലയിലൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ അതൊരു സ്വപ്നമാണ്. എന്നാൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെൻറ് കാണിക്കുന്ന ഒരു ഇച്ഛാശക്തിയുണ്ട്. ഈ ഗവൺമെൻറ് അല്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഒരിക്കലും നടപ്പിലാക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കാൻ കാണിക്കുന്ന ഒരു ഇച്ഛാശക്തി അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ തിളക്കമുള്ള അധ്യായമായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. കിഫ്ബി ഫണ്ട് അനുവദിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് മറിപ്പുഴയിൽ മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ ചെയ്യുന്നതോടെ തുരങ്ക നിർമ്മാണത്തിനുള്ള ആദ്യ പാറപൊട്ടിക്കൽ നടക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ടൂറിസം, വാണിജ്യ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ചുരത്തിലെ കുരുക്കുകളും വളവുകളും മറികടക്കാൻ വയനാട് ഇനി തുരങ്കം തുറക്കുന്നതും കാത്തിരിക്കുകയാണ്. നിർമ്മാണം ഇനി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുമെന്നാണ് സർക്കാർ ഉറപ്പു നൽകുന്നത്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുവണ്ണൊക്കൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.